വോട്ടെല്ലാം പെട്ടിയിൽ. പാലക്കാടിന്റെ ജനവിധി എന്താകും? പോളിംഗ് ശതമാനത്തിന്റെ പോക്ക് എങ്ങോട്ട്? നെഞ്ചിടിപ്പോടെ മുന്നണികൾ. വിവാദങ്ങളുടെ തീക്കാറ്റിനൊടുവിൽ വോട്ടെല്ലാം പെട്ടിയിലായിരിക്കുന്നു. എന്താകും പാലക്കാടിന്റെ ജനവിധി എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. എന്തായാലും നെഞ്ചിടിപ്പാണ്. എല്ലാ മുന്നണികൾക്കും ഒരുപോലെ നെഞ്ചിടിപ്പാണ്. വാശിയേറിയ പോരാട്ടം, വാശിയേറിയ തെരഞ്ഞെടുപ്പ് രംഗം. ഒരുപക്ഷെ 36 ദിവസമാണെന്ന് തോന്നുന്നു. 36 ദിവസമായി പാലക്കാട് കാണാത്ത വിവാദമില്ല, പാലക്കാട് ചർച്ച ചെയ്യാത്ത വിവാദമില്ല. ആ രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പോളിംഗ് ശതമാനം കൊണ്ട് മാത്രം പാലക്കാടിന്റെ ജനവിധിയെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇന്നുവരെ കാണാത്തത്രയും വാശിയേറിയ വൈരാഗ്യം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ് പാലക്കാട് നടന്നത്. എന്താണ് സുബീഷിന് തോന്നുന്നത്? അൻഷാദ്, അൻഷാദിന് അറിയാമല്ലോ, കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഒരുപാട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പുകളെയൊക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനത്തെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത്, പോളിംഗ് ശതമാനം വെച്ചുകൊണ്ട് ഈ പോളിംഗ് ശതമാനം ഏത് മുന്നണിക്ക് അനുകൂലമാകും? അത് ലെഫ്റ്റിനാണോ, അതോ UDF-നാണോ, അതോ ചിലയിടങ്ങളിൽ വിലയിരുത്തൽ എന്ന് പറയുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നാണ് പൊതുവെ. അങ്ങനെ ആയിരുന്നു. ചിലയിടങ്ങളിൽ ഇപ്പോൾ പാലക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ, പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിൽ BJP-ക്ക് അത് ഒരു അഡ്വാൻറ്റേജ് നൽകുമോ? അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു വിലയിരുത്തലൊക്കെ നടന്നിരുന്നു കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് അതിനൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്ക് വന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടന്ന കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, അതായത് 2011, 2016, 2021, ഈ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്, 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് UDF ആണ്, ഷാഫി പറമ്പിൽ ആണ്. ഈ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പോളിംഗ് ശതമാനം ശരാശരി 70% മീതേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുള്ളത് 2011-ലാണ്. 2011 ആദ്യം മത്സരിച്ചു. 2011 പോളിംഗ് ശതമാനം 72.80% മാത്രമായിരുന്നു. അന്ന് ഷാഫി പറമ്പിലിന് കിട്ടിയ വോട്ട് 47,641 വോട്ടാണ്. അന്ന് 2ാം സ്ഥാനത്ത് CPM ആണ്. പിന്നീട് വന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും KK ദിവാകരൻ. പിന്നീട് വന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും CPM 3ാം സ്ഥാനത്തേക്ക് പോയി. എങ്കിലും 2011 പാലക്കാട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KK ദിവാകരൻ CPM സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക് വരുന്നു. ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് 7,403 വോട്ടുകൾ മാത്രമാണ്. അതായത് ഷാഫിക്ക് ഞാൻ പറയാം ഷാഫിക്ക് 47,641 വോട്ടാണ് അന്ന് കിട്ടിയത്. അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 42.41% വോട്ട് നേടിയാണ് ഷാഫി പറമ്പിൽ അന്ന് 7,403 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2011 വിജയിക്കുന്നത്. KK ദിവാകരന് 35.82% വോട്ടാണ് കിട്ടിയത്. 42 ഷാഫിക്ക്. ശ്രദ്ധിക്കണം, KK ദിവാകരന് 35%. C ഉദയഭാസ്കർ ആണെന്ന് BJP സ്ഥാനാർത്ഥി. BJP അന്ന് ഇപ്പോഴത്തെ CPM പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിന്നീട് CPM-ന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു, അതായിരുന്നു 2011 BJP-യുടേത്. BJP-യുടെ C ഉദയഭാസ്കറിന് അന്ന് കിട്ടിയത് വെറും 22,317 വോട്ടുകൾ മാത്രമാണ്. അതായത് 19.86% വോട്ടുകൾ മാത്രം. 2011 BJP-യുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ഇനി 2016 വന്നാൽ 2011 72.80% പോളിംഗ് ആണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് എങ്കിൽ 2016 വന്നാൽ ഇത് 77.28% പോളിംഗ് ആയി വർദ്ധിച്ചിരിക്കുന്നു. അന്നാണ് ഷാഫി പറമ്പിലിന് ഈ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും വെച്ച് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചതും. അതായത് 17,483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് 2016 ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ 77.28% പോളിംഗ് രേഖപ്പെടുത്തിയ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് 17,483 വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഷാഫി പറമ്പിൽ 2ാം തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. ഷാഫിക്ക് അന്ന് 47.77% വോട്ടാണ് കിട്ടിയത്. വോട്ടിന്റെ എണ്ണം 57,559. അന്ന് പക്ഷെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അൻഷാദ്. അന്ന് 2ാം സ്ഥാനത്ത് BJP എത്തി.
2011 ഞാൻ പറഞ്ഞു KK ദിവാകരനാണ് സ്ഥാനാർത്ഥി എന്നും കൂടെ അതെ, ശോഭാ സുരേന്ദ്രനായിരുന്നു. BJPയുടെ എക്കാലത്തെയും മികച്ച ക്രൗഡ് പുള്ളർ ആയ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. ശോഭ അന്ന് 40,076 വോട്ട് പിടിച്ചു. സ്ഥാനത്തെത്തിയ CPM സ്ഥാനാർത്ഥിയുടെ പേര് കൂടെ ഒന്ന് പറയാം. അതെ, കരുത്തനായ NN കൃഷ്ണദാസ്. പാലക്കാട് MP ആയിരുന്ന NN കൃഷ്ണദാസ്. 3 പേരും വളരെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എന്നിട്ടും അന്ന് 17,483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ 2ാം തവണ നിയമസഭയിലേക്ക് എത്തുകയാണ്. ശോഭാ സുരേന്ദ്രൻ 29.08% വോട്ട് പിടിച്ചു. പക്ഷെ വലിയ ഡിഫറൻസ് ആണ്, 41.77% വോട്ടാണ് അന്ന് ഷാഫിക്ക് കിട്ടിയത്. ഇനി ഏറ്റവും ഒടുവിൽ നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, സമീപകാല ചരിത്രത്തിലെ നമ്മൾ പറയുന്ന ഈ ആവേശകരമായ ഫോട്ടോ ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അന്നും ഭേദപ്പെട്ട പോളിംഗ് ശതമാനം പാലക്കാട് രേഖപ്പെടുത്തുകയുണ്ടായി. 75.37% പോളിംഗ് ആണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രേഖപ്പെടുത്തിയത്. അന്ന് ഷാഫിക്ക് കിട്ടിയ വോട്ട് 54,079 ആണ്. 2ാം സ്ഥാനത്ത് E ശ്രീധരൻ. ശ്രദ്ധിക്കണം, BJPക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവർ 2021 മത്സരിക്കാൻ നിർത്തുന്നു. E ശ്രീധരന് BJP ഇതര വോട്ടുകൾ കൂടി സ്വാംശീകരിക്കാൻ, സമാഹരിക്കാൻ സാധിക്കുന്നു. എന്നിട്ടും ഷാഫിക്ക് 38.6% വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. E ശ്രീധരൻ തൊട്ടു പിന്നിൽ 35.34% വോട്ടുകളോടെ 2ാം സ്ഥാനത്തെത്തി. CPMന്റെ CP പ്രമോദ് 3ാം സ്ഥാനത്തേക്ക് പോയി. പ്രമോദിന് കിട്ടിയ വോട്ട് ശതമാനം 25.64%. ഷാഫി 3,859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2021 വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2011, 2016, 2021 3 തവണയും 70% മീതെ പോളിംഗ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുകയുണ്ടായി. 3 തവണയും വിജയിച്ചത് UDF ആണ്, ഷാഫി പറമ്പിൽ ആണ്. അതിനാൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 70% അടുക്കുകയാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം. രാത്രി വൈകി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോളിംഗ് ശതമാനം വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് 75-ലേക്കൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന്. എന്തായാലും 70-ന് മീതേക്ക് പോളിംഗ് ശതമാനം കടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ UDF പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് അനുകൂലമായി മാറാനാണ് സാധ്യത. അപ്പോഴും ഒരാശങ്ക UDF ക്യാമ്പിൽ അവശേഷിക്കുന്നത് ഇന്നലെ LDFിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പത്രപരസ്യമാണ്. അങ്ങനെ ആ പത്രപരസ്യത്തിലൂടെ ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാവുകയും ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലെ വിള്ളൽ BJPയെ തുണയ്ക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഒന്നുകിൽ 2021 നാം കണ്ട വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ BJPയും കോൺഗ്രസും തമ്മിൽ, അല്ലെങ്കിൽ ഒരു നേരിയ ശതമാനത്തിൽ ഷാഫി പറമ്പിലിന്റെ വിജയം ഷാഫി പറമ്പിൽ കടന്നുകൂടിയേക്കാം. അതല്ലെങ്കിൽ രാഹുൽ, ഇപ്പോഴും ഷാഫി എന്നാണ് വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുകൂടിയേക്കാം. അതല്ലെങ്കിൽ കാര്യമായ രീതിയിൽ ഒരു വിള്ളൽ സംഭവിച്ചാൽ അത് BJPക്ക് C കൃഷ്ണകുമാറിന് അനുകൂലമായി മാറാനും പാലക്കാട് സാധ്യതയുണ്ട്. അതായത് സുബീഷ്, ഈ 2016 മുതലുള്ള കണക്ക് പറഞ്ഞു. ഈ കണക്ക് പറയുമ്പോഴും നമ്മൾ BJPയുടെ ഒരു സ്വാധീനത്തെ അവിടെ നോക്കിക്കാണണം. കാരണം KG മാരാറിൻ്റെയും O രാജഗോപാലിൻ്റെയും മേഖലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് കോൺഗ്രസ് ശങ്കരനാരായണൻ ഉൾപ്പെടെയുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും BJPക്ക് അവിടെ ഒരു അടിസ്ഥാനപരമായ വോട്ട് ശതമാനം എപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ CPM എപ്പോഴും 2ാം സ്ഥാനത്ത് വന്നിരുന്നു, അല്ലെങ്കിൽ വിജയിച്ചിരുന്നു. KK ദിവാകരൻ മുമ്പ് ഷാഫി പറമ്പിൽ 2011 തോൽപ്പിച്ച KK ദിവാകരൻ അവിടെ MLA ആയിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നോക്കൂ, 2016 വരുമ്പോൾ 77.28% പോളിംഗ് ശതമാനം കൂടുന്നു. അതായത് ഷാഫി 2ാം വട്ടം മത്സരിക്കുമ്പോൾ. അപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ ആ മണ്ഡലത്തിലാകെ നിറയുന്ന വളരെ വലിയൊരു ക്രൗഡ് പുള്ളറായി മാറിക്കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് 2016 സംഭവിച്ചത്. ഒപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്. അന്ന് കോൺഗ്രസ്സുകാർ അവിടെ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്, ശോഭാ സുരേന്ദ്രൻ വിജയിച്ചേക്കാം, ശോഭാ സുരേന്ദ്രൻ വിജയിച്ചേക്കാം എന്ന് നിരവധി തവണയുള്ള പ്രചണ്ഡ പ്രചാരണം കോൺഗ്രസ്സുകാർ അഴിച്ചുവിട്ടു. ആ ഒരു പ്രചാരണത്തിലാണ് സത്യത്തിൽ അന്ന് CPM താഴെ പോയത്. NN കൃഷ്ണദാസിനെ പോലെ പാലക്കാട് അറിയാവുന്ന ഒരു നേതാവ് താഴെ പോയത് വലിയ 28% വോട്ടിലേക്ക് CPM കൂപ്പുകുത്തുന്നത് അന്ന് തൊട്ടാണ്. അതിനുശേഷം നിരന്തരം ഇപ്പൊ 2021 എന്താണ് നമ്മൾ കണ്ടത്? E ശ്രീധരൻ വിജയിച്ചേക്കാം എന്നാണ് ഈ കോൺഗ്രസ് ക്യാമ്പ് പടച്ചുവിട്ട
കാര്യങ്ങൾ. അതായത് അത് സത്യവുമായിരുന്നു. കാരണം ഈ ശ്രീധരൻ എന്ന് പറയുന്നത് വലിയ ഒരു ദേശീയ പ്രതിച്ഛായുള്ള ഒരാളാണ്, മെട്രോമാൻ ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലൂടെയാണ് ഷാഫി പിന്നീട് കളം പിടിക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ വിജയിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ BJP വിജയിച്ചേക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഷാഫി എത്തിച്ചു. അതായത് 22% വോട്ടുള്ള ന്യൂനപക്ഷത്തിന് ഒരു ഭയപ്പാട് പാലക്കാട് എപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാലും ഉണ്ട്. അവിടെ BJP ജയിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ കൂടി അവർ കൈയടക്കിയതോടുകൂടി BJP ജയിക്കുമോ എന്നുള്ള ഒരു പേടി 22% വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിനുണ്ട്. നമുക്കറിയാം പിരായിരി പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷം ഉള്ള പാലക്കാട് നഗരസഭ കഴിഞ്ഞാൽ എന്ന് എനിക്ക് തോന്നുന്നു. പിരായിരി പഞ്ചായത്തിൽ ലീഗ് സ്വാധീനമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല സ്വാധീനമുണ്ട്, ഒപ്പം മുസ്ലിം മത ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനം. എനിക്ക് തോന്നുന്നു 2021 ഈ ശ്രീധരൻ പാലക്കാടിന്റെ ഒരു നഗരമേഖലയിൽ ഉണ്ടാക്കിയെടുത്ത BJPയുടെ ഒരു അപ്രമാദിത്വം ഉണ്ടല്ലോ, അതിനെ കോൺഗ്രസ് ബാലൻസ് ചെയ്തത് പിരായിരി പഞ്ചായത്ത് 6000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ അവിടെ നിന്ന് നേടുകയും കണ്ണാടിയിൽ 1500, മാത്തൂരിൽ 2000 വോട്ടിന്റെയും നേട്ടമുണ്ടാക്കുകയും, അതായത് ഈ മാത്തൂരും കണ്ണാടിയും CPM പഞ്ചായത്താണെന്ന് മനസ്സിലാക്കുക. അതായത് CPM വോട്ട് കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ അവിടെ മുന്നോട്ട് പോയത്. അതായത് ഈ മത നിരപേക്ഷ മനസ്സുള്ള CPMകാർ ഉറപ്പായിട്ടും ഇവിടെ ജയിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു തോന്നൽ കൊണ്ട് അവർ അങ്ങോട്ടേക്ക് വോട്ട് ചെയ്യണം. പിന്നെ ഷാഫി പറമ്പിൽ ഞാൻ പറഞ്ഞില്ലേ കളം നിറഞ്ഞു കളിക്കുന്ന കപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇതിൽ നിന്നെല്ലാം വിഭിന്നമാകും, ഈ കണക്കുകൂട്ടലുകളിൽ നിന്നെല്ലാം വിഭിന്നമാകുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് നമുക്ക് തിരിച്ചെത്തിയാൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്ക് മറിയും, അതിൽ ഒരു ഭിന്നത വരുമോ, ഈ പത്രപരസ്യവും അതുപോലുള്ള CPM ചില തന്ത്രങ്ങളും കാരണം ഭിന്നത വരുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ വരുന്ന ഭിന്നത അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളോട് CPM കാണിക്കുന്ന ഈ ഒരു അഭിനിവേശം ഉണ്ടല്ലോ, അത് BJP തുണയ്ക്കുമോ എന്നുള്ള പേടി ഇപ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്. അൻഷാദ്, ഇപ്പോ ഇന്നലെ അൻഷാദ് പറഞ്ഞല്ലോ, സന്ദീപ് വാര്യർ ഇതുവരേക്കും നടത്തിയ വർഗീയ പരാമർശങ്ങൾ, വർഗീയ വിദ്വേഷം വിതച്ചുകൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ ചാനൽ ചർച്ചകളിലെ പരാമർശങ്ങളും പ്രസംഗങ്ങളും എന്തുകൊണ്ട് ന്യൂനപക്ഷത്തെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തി ഒരു പത്രപരസ്യം നൽകിക്കൂടാ എന്നുള്ളത്. അപ്പോൾ ആ ഘട്ടത്തിൽ സന്ദീപ് വാര്യർ പാണക്കാട് കുടുംബം വരെയേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ ജിഫ്രി തങ്ങളെ കൂടി സന്ദീപ് വാര്യർ കാണിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, സന്ദീപ് വാര്യരെ സംരക്ഷിച്ചോളാം എന്ന് ഞാൻ ആർക്കും എഴുതി കൊടുത്തുകൊണ്ടല്ല ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്ന് ഇന്നലെ ഞാൻ അൻഷാദിനോട് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് സന്ദീപ് വാര്യർ വർഗീയ വിദ്വേഷം നിറഞ്ഞ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനെ പ്രതിരോധിക്കേണ്ട രീതി ഇതായിരുന്നോ എന്നുള്ള സംശയമാണ് ഇന്നലെയും ഇനിഞ്ഞാന്ന് ഞാൻ പ്രകടിപ്പിച്ചത്. അതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതോടൊപ്പം പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിച്ചത് സന്ദീപ് വാര്യർ BJPയുടെ ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നു. എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ, മതേതര മൂല്യമുണ്ടെന്ന് സുബീഷ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ട ഒരു പ്ലെയർ കളിക്കുമ്പോൾ വർഗീയ കാർഡ് എടുത്തിട്ട് കളിക്കുന്ന എന്തിന്? ജനകീയ വിഷയങ്ങൾ എടുത്തിട്ട് കളിക്കാമല്ലോ. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് പാണക്കാട് തങ്ങളെ പോയി കണ്ടു, ശരി. കൊടപ്പനക്കൽ തറവാട്ടിലെത്തി കേക്ക് മുറിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്ന് ഈ വോട്ടെടുപ്പ് ദിവസം രാവിലെ ജിഫ്രി തങ്ങളെ പോയി കൂടി കണ്ടപ്പോൾ സന്ദീപ് വാര്യർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സന്ദേശം എന്ത് എന്ന കാര്യത്തിൽ കൂടി സംശയമുണ്ട്. ഒരുപക്ഷെ LDF പത്രപരസ്യം നൽകിയില്ലെങ്കിൽ പോലും ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ സംബന്ധിച്ച് ഇയാൾ എന്തിനാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു, ഉടനെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് പോകുന്നു, ഇന്നിതാ വോട്ടെടുപ്പ് നടക്കുകയാണ്, പാലക്കാട് നിയോജക മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്, ആ ദിവസം രാവിലെ തന്നെ ജിഫ്രി തങ്ങളെ പോയി കാണുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു അമിതമായ ആവേശം, ഒരു അമിതമായ വ്യഗ്രത, തിടുക്കം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഈ LDFന്റെ പത്രപരസ്യം ഇല്ലായിരുന്നുവെങ്കിൽ തന്നെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, പാലക്കാട്ടെ ജനങ്ങൾ ഈ ബിഗ് ന്യൂസുകൾക്ക് പിന്നാലെ പോകുന്നവരല്ല, ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് പിന്നാലെ പോകുന്നവർ അല്ല. അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവർ ആണ്. ആ നിലപാടിൽ ചെറിയൊരു മാറ്റം വന്നത് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ മാത്രമാണ്. ഷാഫി പറമ്പിലിന് നേരിയ ഒരു വെല്ലുവിളി ഉയർത്താൻ പറ്റിയത് ഈ ശ്രീധരന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ലെന്ന് വരാം പാലക്കാട്ടെ വോട്ടർമാർ. അവർ അവരുടെ ജനവിധി കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിനാൽ തന്നെ ജിഫ്രി തങ്ങളെ പോയി സന്ദീപ് വാര്യർ കണ്ടാലും കണ്ടില്ലെങ്കിലും സന്ദീപ് വാര്യർ ആരാണ് എന്ന്
എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകവും പക്വതയും ഒക്കെ പാലക്കാട്ടെ വോട്ടർമാർക്കുണ്ട്. അതിനാൽ തന്നെ LDFന്റെ പത്രപരസ്യം അസ്ഥാനത്തായിരുന്നു. LDFന്റെ പത്രപരസ്യം ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയാൽ അത് LDFനല്ല ഗുണകരമായി ഭവിക്കുക, അത് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിക്കാണ്, C കൃഷ്ണകുമാറിനാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയമായ അവിവേകം CPMന്റെ ഭാഗത്ത് നിന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഓക്കെ, പക്ഷേ ഈ ജിഫ്രി തങ്ങളെ പോയി കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ കുടപ്പനകൾ തറവാടിൽ പോയി സന്ദർശിച്ചുകൊണ്ടോ തങ്ങളന്മാരെ കണ്ട് കുമ്പിട്ടത് കൊണ്ടോ ഈ പുറത്തുവിട്ട കാളകൂട വിഷം ആ വിഷം ഒഴിഞ്ഞു പോകുമോ എന്നുള്ള സംശയം എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ CPM കാണിച്ചത് ഒരു രാഷ്ട്രീയമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതിനോട് ഉറച്ചു നിൽക്കുന്നു. CPM കാണിച്ചത് അവരുടെ ഒരു രാഷ്ട്രീയമാണ്. അതായത് ഇത് ന്യൂനപക്ഷത്തെ ഓർമ്മിപ്പിക്കണം എന്ന് തന്നെ അവർ ഉറച്ചെടുത്ത തീരുമാനത്തിൻ്റെ വെറുതെ ഒരു പത്രപരസ്യം CPM പോലൊരു പാർട്ടി നൽകില്ല എന്നുള്ള കാര്യം സുബീഷിന് അറിയാമല്ലോ. അവർ അത് തീരുമാനിച്ചുറപ്പിച്ചതാണ്. മാത്രമല്ല ഇന്നലെയും CPMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട്ട് തങ്ങളെ, അതായത് സാദിഖ് അലി തങ്ങളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് പിണറായി വിജയൻ പറഞ്ഞത്? വെറുതെ ഒന്ന് നോക്കിയാൽ മതി. പാണക്കാട് ഒരുപാട് തങ്ങന്മാരുണ്ട്, ഞാൻ ആ തങ്ങന്മാരെ അല്ല വിമർശിച്ചത് എന്ന് പറയുമ്പോൾ പിണറായി ഉദ്ദേശിച്ചത്, ഞാൻ വിമർശിച്ചത് മത നേതൃത്വത്തെ അല്ല, ഞാൻ വിമർശിച്ചത് മുസ്ലിം ലീഗ് അധ്യക്ഷനായ സാദിഖ് അലി തങ്ങളെയാണ്. സാദിഖ് അലി തങ്ങളും ലീഗും ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നിലപാടുകളോട് എടുക്കുന്ന സമീപനത്തെയാണ്. പക്ഷെ CPM ഈ LDF പത്രപരസ്യത്തിലൂടെ കമ്മ്യൂണലായി ചിന്തിച്ചില്ല എന്ന് എങ്ങനെയാണ് അൻഷാദിന് ഉറപ്പിച്ച് പറയാനാവുക? അല്ല, ഒരു രാഷ്ട്രീയ പത്രപരസ്യം നൽകാം. ഇതാ പാലക്കാട് നിയോജക മണ്ഡലം ഇതാ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു, നിങ്ങൾ രാഷ്ട്രീയമായി ഉത്ബുദ്ധരാവുക എന്ന രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിണറായി വിജയന്റെ പടം സഹിതം പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ദീപികയിൽ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് LDF പരസ്യം നൽകിയിട്ടുണ്ടല്ലോ. സന്ദീപ് വാര്യർ കേന്ദ്രീകരിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ പറയാത്ത ഏതെങ്കിലും ഒരു വാക്ക് ആ പരസ്യത്തിൽ ഉണ്ടോ? ശരിയാണ്. CPM എടുത്ത രാഷ്ട്രീയ നിലപാടാണ് ഓർമ്മിപ്പിക്കണമെന്നുള്ളത്. അതിൽ വർഗീയത കാണേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇതൊരു പത്രപരസ്യമായിട്ട് കാണും. അതായത് അതൊരു നോട്ടീസ് ആയിട്ട് കാണും. ഒറ്റ ചോദ്യം, എന്തുകൊണ്ട് സിറാജും സുപ്രഭാതവും മാത്രം? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം മത ന്യൂനപക്ഷത്തിലേക്ക് എത്തുന്ന ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തു. ശരി, അതെന്താണ്? മുസ്ലിം മത ന്യൂനപക്ഷത്തിലേക്ക് മാതൃഭൂമി പത്രവും മലയാള മനോരമ പത്രവും എത്തുന്നില്ല. ഒരുപക്ഷെ അവർ ഈ പരസ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു കാണും. ഇപ്പൊ എന്താണ് സിറാജും മുസ്ലിം ന്യൂനപക്ഷം വായിക്കുന്ന പത്രങ്ങൾ എന്ന് കരുതി ഈ രണ്ട് പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകുന്നു, അല്ലെങ്കിൽ ഈ രണ്ട് പത്രങ്ങളെ മാത്രമായി പരിഗണിക്കുന്നു. അത് കമ്മ്യൂണൽ ആയിട്ടുള്ള ചിന്തയല്ലേ? അത് സാമുദായികമായിട്ടുള്ള ചേരിതിരിവല്ലേ? അങ്ങനെ മാതൃഭൂമിയും മനോരമയും പത്രം പരസ്യം നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ശരി, സുപ്രഭാതത്തിലും മുസ്ലിം പത്രങ്ങളിൽ മാത്രമായി പരസ്യം നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതേതര ബോധം ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. പ്രചാരണ കാലത്ത് വന്ന വിവാദങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കും എന്ന് സുബീഷ് കരുതുന്നുണ്ടോ? ഞാൻ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ പറയാം. അതായത് 2 കൂറുമാറ്റങ്ങളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത്. ഒന്ന് സന്ദീപ് വാര്യർ, മറ്റൊന്ന് സരിൻ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ വിവാദവുമായി. ഇനി ട്രോളി വിവാദം ഉണ്ടായി. അത് CPMനെ തിരിഞ്ഞുകുത്തിയെന്ന് സുബീഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു. പക്ഷേ അത് CPMനെ തിരിഞ്ഞുകുത്തിയോ അത് ജനങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കിയോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് കത്ത്, KPCC പുറത്തുവിട്ട കത്ത്. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള അമർഷം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പിന്നീട് അവർ പരിഹരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീടുള്ളത് EP ജയരാജന്റെ ആത്മകഥയാണ്. ഈ ആത്മകഥാ വിവാദം CPMനെ സത്യത്തിൽ തിരിഞ്ഞുകുത്തി, CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി, എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നീട് വന്നതാണ് ഈ പത്രപരസ്യത്തിൽ 2 വാദങ്ങളുണ്ട്, 2 വശങ്ങളുണ്ട്. ആ 2 വശങ്ങളെ 2 വശങ്ങളായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. അതിനുമപ്പുറം ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, പണ്ടെങ്ങും ഇല്ലാത്ത വിധം ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഡയറക്റ്റ് ലീഗിനെ അറ്റാക്ക് ചെയ്യുന്ന, ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലപാടുകളുടെ പേരിൽ അറ്റാക്ക് ചെയ്യുന്ന, അതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ആ ഒരു നിലപാട് ലീഗിൻ്റെ കാര്യത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് CPM എടുക്കുന്നതിന് പിന്നിൽ പിരായിരി പഞ്ചായത്താണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ
വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ വിവാദങ്ങൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് 23-ാം തീയതി ഒരു 11 മണിയോടുകൂടി നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ പാലക്കാട് പോലൊരു നിർണായക തെരഞ്ഞെടുപ്പ്, ആ പാലക്കാട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആരാണ് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സുബീഷ് ചോദിക്കും ചേലക്കരയോ? പക്ഷെ ചേലക്കര എന്താണ്? ചേലക്കര താരതമ്യേന സേഫാണ്. ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM അവിടെ ജയിക്കുന്ന, എനിക്ക് തോന്നുന്നില്ല അവിടെ കോൺഗ്രസ് ജയിക്കുമെന്ന്. നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും UR പ്രദീപ് ജയിക്കുമെന്നാണ് ഇപ്പോഴും CPM-ന്റെ ഒരു വിലയിരുത്തൽ, രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പക്ഷേ അതാണോ പാലക്കാട്? ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ BJPക്ക് ഒരു സാധ്യത കൊടുക്കുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത് ആരാണ്? വടകര ഷാഫി പറമ്പിൽ അല്ലായിരുന്നുവെങ്കിൽ KK ശൈലജയ്ക്കെതിരെ വിജയിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് വടകരയിലേക്ക് ഇത്രയും ഒരു നാരോ ഇതിൽ നിൽക്കുന്ന, ഒരു എഡ്ജിൽ നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് പോയി വടകര മത്സരിപ്പിച്ചതിന്റെ രാഷ്ട്രീയം എന്താണ്? എന്താണ് കോൺഗ്രസ് അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് സുബീഷ്? അത് കണ്ണൂരിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, UDF-ന്റെ ഒരു രാഷ്ട്രീയ അവിവേകം മാത്രമായിട്ടേ എനിക്കതിനെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ഷാഫി പറമ്പിൽ കണ്ണൂരിൽ ഉജ്ജ്വലമായ വിജയം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് പാലക്കാട് അത് വെച്ചുകൊണ്ട് ബാലൻസ് ചെയ്യണം എന്നില്ല. ഇന്നലത്തെ വിവാദത്തെ പോലും ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കൂറുമാറ്റങ്ങൾ. അവർ ആരിലേക്കാണോ എത്തിപ്പെട്ടത്? ഡോക്ടർ P. സരിൻ വന്നത് CPM-ലേക്കാണ്, സന്ദീപ് വാര്യർ വന്നത് കോൺഗ്രസിലേക്കാണ്. ഈ 2 പേരുടെ വരവ് കൊണ്ട് ആ 2 പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും സ്ഥായിയായ നേട്ടം ഉണ്ടാകും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നുമില്ല. ഇപ്പോൾ ഡോക്ടർ P. സരിൻ, വരും ദിവസങ്ങളിൽ സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഡോക്ടർ P. സരിൻ CPM-ലേക്ക് വന്നതിൽ CPM-ന് വിശദീകരിക്കേണ്ടി വരില്ല അത്യധികം. പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിൽ K. മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചത് നാം കണ്ടു. K. മുരളീധരന്റെ അതൃപ്തി പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്ന വിശ്വാസം എനിക്കില്ല. ചാനൽ ക്യാമറകൾക്ക് മുൻപിൽ മൈക്കിൽ K. മുരളീധരൻ സന്ദീപ് വാര്യരെ ചേർത്തണച്ചു എങ്കിലും ആ ചേർത്തണക്കലിൽ എനിക്കത്ര വിശ്വാസം തോന്നുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 23-ാം തീയതി കഴിഞ്ഞാൽ കോൺഗ്രസിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവായ പ്രതികരണങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ 2 പ്രധാന കൂറുമാറ്റങ്ങളെക്കുറിച്ച് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. മറ്റൊന്ന് ട്രോളി ബാഗ് ആണ്. അതാരാണ് ആ വാർത്ത സൃഷ്ടിച്ചത് എന്നൊക്കെ നമുക്കറിയാം. അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് നേരത്തെ അൻഷാദ് പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ അൻഷാദ് കോട്ട് ചെയ്തതുപോലെ തന്നെ അത് CPM-ന് ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. വനിതാ പോലീസ് സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമത് അവർക്ക് പോലീസ് പരിശോധിച്ച് സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്തിയില്ല എന്ന് എഴുതി കൊടുത്ത് അവിടെ നിന്നും മടങ്ങേണ്ടി വരുന്നു. ആ കളിയിൽ ജയിച്ചത് താൽക്കാലികമായി അന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെയാണ്. രാഹുലിന്റെ ആ ചോദ്യം ഇന്നും പ്രസക്തമായി നിൽക്കുന്നു. ഹോട്ടൽ മുറിയിലേക്ക് പോകുമ്പോൾ ട്രോളി ബാഗ് അല്ലാതെ തക്കാളി പെട്ടി കൊണ്ടുപോകണമോ എന്നുള്ള ചോദ്യം. മൂന്നാമത് ഈ വ്യാജ വോട്ട്, ഇരട്ട വോട്ട്, അതെല്ലാം ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് സാങ്കേതികമായ പ്രശ്നങ്ങൾ ആണ്. അതിൽ പിശക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് അന്വേഷണ വിധേയമാണ്. അത് കണ്ടെത്തേണ്ട ഒന്നാണ്. മറ്റൊന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, അത് UDF-ന്റെ രാഷ്ട്രീയ അവിവേകമായിട്ട് മാത്രമേ ഞാൻ അന്നും കണ്ടിട്ടുള്ളൂ എന്ന് ഞാൻ ആമുഖമായി പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട LDF-ന്റെ പത്രപരസ്യമാണ്. അക്കാര്യത്തിലും ഞാൻ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ജിഫ്രി തങ്ങളെ പോയി കണ്ടതും കൊടപ്പനക്കൽ തറവാട്ടിൽ പോയ കാര്യത്തിലും ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ അവസാനമായി പറയുന്നു, ഈ ബിഗ് ന്യൂസുകളിലും ബ്രേക്കിംഗ് ന്യൂസുകളിലും ഒന്നും വീണു പോകുന്ന ജനതയല്ല പാലക്കാട്ടെ വോട്ടർമാർ. അവർ അവരുടെ ജനവിധി കൃത്യമായി നിർണ്ണയിച്ചു. സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ആരുടെ ഓപ്പറേഷൻ ആയാലും ശരി, ഈ വിവാദങ്ങളുടെ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഈ വിവാദങ്ങളുടെ ഒരു നീണ്ട നേരെ നോക്കൂ. ആ ഓപ്പറേഷൻ, അതായത് വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ വിവാദങ്ങളിൽ ചെന്ന് പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കണ്ടു. ഈ ട്രോളി ബാഗ് ഉൾപ്പെടെ ഈ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായി. ഇത് കാരണം പാലക്കാട് സത്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു ജനകീയ വിഷയം ചർച്ചയാണ്? അല്ല, പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങളൊന്നും ചർച്ചയായില്ലല്ലോ. രാഷ്ട്രീയം മാത്രം ചർച്ചയ്ക്ക് വിധേയമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. വിവാദങ്ങൾ. പക്ഷേ ഇതെല്ലാം പാലക്കാട്ടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങൾ
ഒപ്പം ഈ ജനകീയ വിഷയങ്ങൾ, അവരുടെ മുന്നിൽ റോഡുകൾ വൃത്തിയാകാത്തത്, ഇപ്പോൾ ഷാഫി പറമ്പിൽ അവകാശവാദങ്ങളുമായി ഈ താൻ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ താൻ വിജയിച്ച കാലഘട്ടത്തിലെല്ലാം താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം സത്യമാണ് എന്നോ അതല്ല ഈ അവകാശവാദങ്ങളിൽ പൊള്ളത്തരമുണ്ടോ എന്നെല്ലാം പാലക്കാട്ടെ ജനങ്ങൾ. അതിനിടയിൽ ഇന്നിപ്പോ ഫോർത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ജിഷ്ണുവിനോട് പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലെ ചില സ്ത്രീകൾ പറയുകയുണ്ടായി, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്ന ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് വീടടക്കം എല്ലാ സഹായങ്ങളും തന്നത് ഷാഫി പറമ്പിൽ ആണ്, പക്ഷേ ഇത്തവണ മത്സരിക്കുന്നത് ഷാഫി അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഷാഫി പിടിച്ച വോട്ടുകൾ പൂർണ്ണമായും ഇക്കുറി UDF എത്തിച്ചേരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും സംശയവും അവ്യക്തതയും ആശയക്കുഴപ്പവും ഇപ്പോഴും തുടരുകയാണ്. വോട്ടെടുപ്പ് ദിനത്തിൽ പോലും തുടരുകയാണ്. 23 വരെ അത് തുടരാൻ തന്നെ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം അന്തിമ വിധി ആർക്ക് അനുകൂലമാകും എന്നറിയാൻ കാത്തിരിക്കാം.